മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഉപനിഷത്തുക്കൾ നിർദ്ദേശിക്കുന്ന ഉജ്ജ്വലമായിട്ടുള്ള രണ്ട് സെറ്റ് നിർദ്ദേശങ്ങളുണ്ട്. സത്യം വദ, ധർമ്മം ചര. സത്യത്തിൻ്റെ വഴിയിലൂടെ മാത്രമേ പോകാവൂ, സത്യമേ പറയാവൂ. സത്യം എന്നാൽ ട്രൂത്ത്, ഫാക്ട്, എസൻസ്. സത്യം, ട്രൂത്ത്, ഫാക്ട്, എസൻസ്. നമ്മൾ എവിടെ പോവുകയാണെങ്കിലും സത്യം ഒന്നേ ഉള്ളൂ, അസത്യം ധാരാളമുണ്ട്. ശരിയായിട്ടുള്ള വാക്ക് ഒന്നേ ഉള്ളൂ, സന്ദേശം ഒന്നേ ഉള്ളൂ. താൻ കൃത്യം 9 മണിക്ക് വന്നോ എന്ന ചോദ്യത്തിന് 9 മണിക്ക് വന്നു എന്നുള്ളതാണ് ഉത്തരം. ഇനി അത്രയ്ക്കും സത്യമല്ലാത്തത് കുറേയുണ്ട്. 9:10 വന്നു, 9:15 വന്നു, 9:30 വന്നു, 10 വന്നു, ഞാൻ വന്നില്ല, വരാൻ ശ്രമിച്ചു, പറ്റിയില്ല. ഇതെല്ലാം സത്യമല്ലാത്തതാണ്. ഇപ്പോൾ സത്യം ഒന്നേ ഉള്ളൂ, 9 മണിക്ക് വന്നു എന്നുള്ള സത്യം. അതൊരിക്കൽ യാഥാർത്ഥ്യവുമായി ബന്ധപ്പെട്ടത് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്ന് ഓർത്തിരുന്നാൽ മതി. ഒന്ന് ഓർക്കാൻ എളുപ്പമാണ്, ഒന്നിൽ കൂടുതലുള്ളത് ഓർക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ജീവിതത്തിൽ സത്യം എന്ന് പറഞ്ഞാൽ ട്രൂത്ത്, സത്യം തന്നെ, ഫാക്ട്, വസ്തുത, എസൻസ്, സത്ത് എന്താണോ അത്. ആ സത്ത് എന്താണോ അത്, വസ്തുത എന്താണോ അത്, ട്രൂത്ത് അഥവാ സത്യം എന്താണോ അത്, മൂന്നും ചേർന്നതാണ് യഥാർത്ഥത്തിൽ സംസ്കൃതത്തിലെ സത്യം എന്ന് പറയുന്നത്. ആ സത്യമാണ് നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ടത്. സത്യേന പന്ഥാ വിതതോ ദേവയാന എന്ന് ഉപനിഷത്തുകൾ പറയുന്നുണ്ട്. പരമമായ നന്മയിലേക്കുള്ള പ്രയാണം സത്യത്തിൻ്റെ പന്ഥാവിലൂടെ വേണം. അതല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ച് നമ്മൾ കെട്ടിപ്പടുക്കുന്ന പലതും ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ വീണു എന്ന് വരും. ഒരു മനുഷ്യജന്മത്തിൽ നമ്മൾ പലതും വെട്ടിപ്പിടിച്ചിട്ടുണ്ടാവും, കെട്ടിപ്പടുത്തിട്ടുണ്ടാവും. പക്ഷെ അത് സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും നീതിയുടെയും ന്യായത്തിൻ്റെയും വഴിയിലൂടെ അല്ലാതെ സംഭവിക്കുകയാണെങ്കിൽ പലപ്പോഴും ലാസ്റ്റ് വരെ അത് എത്തില്ല, ലാസ്റ്റ് വരെ എത്തില്ല. അതുകൊണ്ട് എന്നും ഓർമ്മിക്കാനുള്ള വസ്തുത സത്യം വദ, സത്യത്തിൽ ഉറച്ചു നിൽക്കണം. ഇത് ഉപദേശിക്കാൻ വളരെ എളുപ്പമാണ്, പ്രയോഗിക്കാൻ പലപ്പോഴും ബുദ്ധിമുട്ടുമുണ്ട്. അടുത്ത വരി ധർമ്മം ചല. ധർമ്മം എന്ന വാക്കിന്റെ അർത്ഥം ഡ്യൂട്ടി പ്ലസ് റെസ്പോൺസിബിലിറ്റി പ്ലസ് പ്രിവിലേജ്. ധർമ്മം എന്ന് പറയുന്നത് ഡ്യൂട്ടി പ്ലസ് റെസ്പോൺസിബിലിറ്റി പ്ലസ് പ്രിവിലേജ്. ഡ്യൂട്ടി ഒരു വ്യക്തിയുടെ കർത്തവ്യം, റെസ്പോൺസിബിലിറ്റി ഒരു വ്യക്തിയുടെ ഉത്തരവാദിത്വം, പ്രിവിലേജ് വ്യക്തിയുടെ അവകാശം. ഇപ്പൊ കർത്തവ്യം, ഉത്തരവാദിത്വം, അവകാശം, ഇത് മൂന്നും ചേരുന്നതാണ് ധർമ്മം എന്ന വാക്ക്. ധർമ്മം എന്ന വാക്കിന് വേറൊരർത്ഥവും കൂടിയുണ്ട്. ധാരയതീതി ധർമ്മ, ധാരണാത് ധർമ്മ. നമുക്ക് മാർഗനിർദ്ദേശം നൽകുന്നതെന്തോ, നമ്മളെ ധരിക്കുന്നതെന്തോ, നമുക്ക് ശരിയായ വഴി കാണിച്ചു തരുന്നതെന്തോ, നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതെന്തോ, അത് ധർമ്മം. മകന് മകന്റെ ധർമ്മമുണ്ട്, പുത്രധർമ്മം. മകൾക്ക് പുത്രി ധർമ്മമുണ്ട്, അമ്മയ്ക്ക് മാതൃധർമ്മമുണ്ട്, അച്ഛന് പിതൃധർമ്മമുണ്ട്, ആചാര്യന് ആചാര്യധർമ്മമുണ്ട്. ഇപ്പൊ നമ്മളുടേതായിട്ടുള്ള ധർമ്മം അനുഷ്ഠിക്കുക. അത് ബുദ്ധിമുട്ടുള്ളതാകാം, വിഷമമുള്ളതാകാം, അപ്രായോഗികമെന്ന് തോന്നുന്നതാവാം. എങ്കിലും നമ്മളെ ഏൽപ്പിച്ച ഡ്യൂട്ടി പ്ലസ് റെസ്പോൺസിബിലിറ്റി പ്ലസ് പ്രിവിലേജ്, അല്ലെങ്കിൽ നമ്മൾ ഏറ്റെടുത്ത ഡ്യൂട്ടി പ്ലസ് റെസ്പോൺസിബിലിറ്റി പ്ലസ് പ്രിവിലേജ്, അത് നമ്മൾ
ഉറച്ചു നിന്ന് ചെയ്യുമ്പോഴാണ് സമൂഹവും പ്രകൃതിയും നമ്മുടെ കൂടെ ഉണ്ടാവുക. നമ്മൾ സാമാന്യ ഭാഷയിൽ പറഞ്ഞാൽ ഈശ്വരാനുഗ്രഹം ഉണ്ടാവും എന്ന് പറയാറുണ്ട്. അത് സാമാന്യ ഭാഷയാണ്. ഈശ്വരന് അതിൽ റോളില്ല, പ്രകൃതിക്ക് റോളുള്ളൂ. അപ്പൊ രണ്ട് വാക്ക്, സത്യം, ധർമ്മം. ആ സത്യത്തില് സത്യം വദ. ജീവിതത്തിൽ എവിടെയാണെങ്കിലും നമ്മൾ സത്യത്തിന്റെ വക്താവാണെങ്കിൽ ലോകം തന്നെ പറയും അയാള് അസത്യം പറയില്ല. ഇതെനിക്ക് ഉറച്ച വിശ്വാസമാണ്. ഒരു പക്ഷേ നിലനിൽപ്പിന് വേണ്ടി പറഞ്ഞു എന്ന് വരാം. പക്ഷെങ്കിലും സമൂഹത്തില് ഇയാൾക്കൊരു വിലയുണ്ട്, സത്യത്തിന്റെ വക്താവാണ്. മനസ്സാക്ഷിയില് സത്യത്തിന്റെ വക്താവാണ്. എത്രയോ 60 ലക്ഷം പേരെയാണ് ഹോളോകാസ്റ്റിൽ കൊന്നത് എന്ന് ഇസ്രായേലിലെ ജനത അടുത്ത കാലത്ത് നമ്മുടെ പ്രധാനമന്ത്രി അവിടെ പോയപ്പോൾ പറഞ്ഞു. ആ 60 ലക്ഷം പേര് അനുഭവിച്ച വേദന എത്രയാ? ഈ AD 950 മുതൽക്ക് ഭാരതത്തിൽ വിദേശ മുസ്ലിങ്ങളും വിദേശ ക്രിസ്ത്യാനികളും നടത്തിയിരിക്കുന്ന കൊലപാതകം എത്രയോ ലക്ഷമാണ്. കൊലപാതകത്തിന് വിധേയമായവരെല്ലാവരും മരിച്ചു. ഒരു ദിവസം നമ്മളും മരിക്കുമെന്നുള്ള ഉറപ്പാണ്. സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി മരിച്ചവരുടെ മനസ്സിൽ രാഷ്ട്രമായിരുന്നു ഉണ്ടായിരുന്നത്, ധർമ്മമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ ഈ മരണം എന്ന് പറയുന്നത് എല്ലാവർക്കും ഉണ്ട്. പക്ഷേ അസത്യത്തിന്റെ വഴിയിലൂടെയും അധർമ്മത്തിന്റെ വഴിയിലൂടെയും നിലനിൽക്കുന്നത് മരിക്കുന്നതിനേക്കാൾ ടെൻഷൻഫുള്ളാണ്. മരിക്കുന്നു എന്ന് പറയുന്നത് കുറച്ച് സമയത്തെ ടെൻഷനാണ്, അല്ലെങ്കിൽ കുറച്ച് ദിവസത്തെ ടെൻഷനാണ്. പക്ഷെ അസത്യത്തിന്റെ വഴിയിലൂടെയും അധർമ്മത്തിന്റെ വഴിയിലൂടെയും പോയിട്ട് ജീവിതകാലം മുഴുവനും മാനസിക സംഘർഷത്തിലൂടെ ജീവിക്കേണ്ടി വരിക എന്നുള്ളതൊന്നും ചിന്തിച്ചു നോക്കാം. രാത്രി ഉറക്കം വരില്ല, പകല് നടക്കാൻ പറ്റില്ല. ആൾക്കാർ നമ്മളെ നോക്കുമ്പോൾ നമുക്ക് ഒരു പ്രത്യേക സംശയം, അവർക്ക് നമ്മളിലുള്ള സംശയത്തെക്കാളും നമുക്ക് നമ്മളിലുള്ള സംശയം. അപ്പൊ എന്നും നമ്മളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏത് രാഷ്ട്രീയ പാർട്ടിയിലോ മതത്തിലോ വിഭാഗത്തിലോ സംഘടനയിലോ പെട്ടവരാവട്ടെ, ഒരിക്കൽ നുണ പറഞ്ഞു കഴിഞ്ഞാൽ അത് നുണ തന്നെയാണ്. ഒരിക്കൽ അധർമ്മം ചെയ്തു കഴിഞ്ഞാൽ അധർമ്മം തന്നെയാണ്. അപ്പോൾ ഒരിക്കൽ പോലും അത് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. അഥവാ ചെയ്തു പോയി എങ്കിൽ അത് തുടരാതിരിക്കാൻ ശ്രമിക്കുക. സനാതന ധർമ്മത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, എല്ലാ മതത്തിന്റെയും പ്രത്യേകതകൾ അതുതന്നെയായിരിക്കും. ദൈവത്തിന്റെ പേരിലാണെങ്കിൽ പോലും, ഒരുപക്ഷെ നന്മയ്ക്കാണെങ്കിൽ പോലും അസത്യം പറയരുത്. ചിലപ്പോൾ തമാശയിൽ പറയാറുണ്ട്, 100 നുണ പറഞ്ഞിട്ടാണെങ്കിലും ഒരു കല്യാണം നടത്തി കൊടുക്കണമെന്ന്, ഒരു കല്യാണത്തിന് നടത്തി കൊടുക്കണമെന്ന്. അതൊരു പ്രത്യേക വീക്ഷണമാണ്. 100 നുണ പറയാമെന്നുള്ളതിന് പെർമിഷൻ അല്ലാതെ. അതുകൊണ്ട് നമ്മൾ എന്നും ഓർമ്മിക്കാനുള്ളത്, നമ്മൾ മുമ്പോട്ട് പോകുന്ന വഴിയിൽ സത്യമായിരിക്കണം. സത്യമാണെങ്കിലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2-3 വർഷം കഴിഞ്ഞിട്ട് അത് വീണ്ടും പറയുമ്പോഴും അത് തന്നെ ആയിരിക്കും. അതല്ലാന്ന് വിചാരിക്കുക, 2 വർഷം കഴിഞ്ഞ് നമ്മൾ അല്പം കുക്ക് ചെയ്ത് പറയാമെന്ന് വിചാരിക്കുക, ഒന്ന് കസർത്തിയിട്ട് പറയാമെന്നിരിക്കുക. താൻ അന്ന് പറഞ്ഞത് ഇങ്ങനെ അല്ലല്ലോ, അല്ലെങ്കിൽ തൻ്റെ CD-യിൽ അങ്ങനെയല്ലല്ലോ പറഞ്ഞിരിക്കുന്നത്, കാസറ്റിൽ അങ്ങനെയല്ലല്ലോ പറഞ്ഞിരിക്കുന്നത്, താൻ യൂട്യൂബിൽ അങ്ങനെയല്ലല്ലോ പറഞ്ഞിരിക്കുന്നത്, ഇപ്പം എന്താ മാറ്റി പറയുന്നത്? ഈ മാറ്റി പറയുന്നത് വസ്തുതയല്ലാത്തതാണെങ്കിൽ എന്ത് വേണമെങ്കിലും മാറ്റി പറയാം. ഒരിക്കൽ എന്ത് വേണമെങ്കിലും മാറ്റി പറയാനുള്ള ഒരു ക്യാരക്ടർ നമുക്കുണ്ടായാൽ ലോകം പിന്നെ എങ്ങനെയാണ് നമ്മളെ വിലയിരുത്തുക? അയാൾ മാറി മാറി പറഞ്ഞുകൊണ്ടിരിക്കും. മാറി മാറി പറയുന്നു എന്ന് പറയുമ്പോൾ സത്യമല്ലാത്തത് പറഞ്ഞുകൊണ്ടിരിക്കും, ധർമ്മമല്ലാത്തത് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ സത്യത്തിന്റെ വഴിയിലൂടെ മാത്രം പോവുക, ധർമ്മത്തിന്റെ വഴിയിലൂടെ മാത്രം പോവുക. ഇതിന് മതവുമായിട്ടൊരു ബന്ധമില്ല, ഒരു പരിധിവരെ ആത്മീയതയുമായിട്ട് ബന്ധമില്ല. പിന്നെ ആത്മീയതയുമായിട്ട് ബന്ധപ്പെടുത്താൻ കാരണം ഉണ്ടെങ്കിൽ തന്നെ അത് ഡിവോഷനും ഡെഡിക്കേഷനും സിൻസിയറിറ്റിയും ഉണ്ടാവാനാണ് ആത്മീയതയുമായിട്ട് ചേർക്കുന്നത്. അതുകൊണ്ട് സത്യം വദ ധർമ്മം ചര എന്ന് പഠിക്കുക. സത്യം വദ ധർമ്മം ചര. സത്യത്തിന്റെ വഴിയിലൂടെ പോകണം, ധർമ്മത്തിന്റെ വഴിയിലൂടെ പോകണം. സത്യമേ പറയാവൂ, ധർമ്മമേ ചെയ്യാവൂ. സത്യമേ പറയാവൂ, ധർമ്മമേ ചെയ്യാവൂ. പ്രണാമം, നമസ്കാരം.